വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഇവിടെ പത്മോസ് ദ്വീപിൽ ഏകാന്തതയിൽ കഴിയുന്ന യോഹന്നാന് സ്വർഗം തുറന്നു കാണിക്കുകയും മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെ കാണിച്ചു തരാം എന്ന് ദൈവം കൽപ്പിക്കുകയും ചെയ്തു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. ഈ സിംഹാസനത്തിലിരിക്കുന്നവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇവിടെ സിംഹാസനത്തിലിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സാദൃശ്യം ചെയ്തിരിക്കുന്നു. സൂര്യകാന്തം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധിയെയും പത്മരാഗം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും മഹത്വത്തെയും കാണിക്കുന്നു. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായൊരു പച്ചവില്ല്. ഇവിടെ പച്ചവില്ല് എന്നത് മഴവില്ലാണ്. നോഹയുടെ കാലത്ത് വെളിപ്പെട്ട മഴവില്ല് സ്വർഗത്തിലും വെളിപ്പെട്ടു നിൽക്കുന്നു. സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. ആരാണ് ഈ മൂപ്പന്മാർ? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ധരിപ്പിക്കും. അതായത് ദൈവസഭയ്ക്ക് കിട്ടുന്ന പ്രതിഫലമാണ് വെള്ളയുടുപ്പ് അഥവാ തേജസ്സിൻ്റെ വസ്ത്രം. ഈ മൂപ്പന്മാരുടെ തലയിൽ പൊൻകിരീടവും കാണപ്പെടുന്നു. ഇതും സഭയ്ക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് ഈ മൂപ്പന്മാർ സഭയുടെ പ്രതിനിധികളാണ്. സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും എന്നതിനെ കാണിക്കുന്നു. സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ 7 ആത്മാക്കൾ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ. എന്നാൽ ഈശയുടെ കുറ്റിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരിൽ നിന്നുള്ള ഒരു കൊമ്പും ഫലവും കായ്ക്കും. ഈ വചനത്തിൽ ആരെപ്പറ്റിയാണ് പറയുന്നത്? ഈശയുടെ മകനായ ദാവീദ് വംശത്തിൽ നിന്നാണ് യേശു വെളിപ്പെട്ടു വരുന്നത്. 2-ാം വാക്യം, അവൻ്റെ മേൽ, അതായത് യേശുവിൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കുന്നു. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. ഇവിടെ നമുക്ക് 7 ആത്മാക്കളെ കാണാം. യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോഭക്തിയുടെ ആത്മാവ്. ഈ 7 ആത്മാവും അടങ്ങുന്ന ഒരേ ആത്മാവായ ദൈവാത്മാവായ യേശുവിനെയാണ് നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്നത്. അതിൻ്റെ പ്രതീകമാകുന്ന 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ സ്വർഗത്തിൽ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. സിംഹാസനത്തിൻ്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ കാണിക്കുന്നു. സിംഹാസനത്തിൻ്റെ ചുറ്റിലും 4 ജീവികൾ. ഏതാണ് ഈ 4 ജീവികൾ? സിംഹാസനത്തിന് നടുവിലും സിംഹാസനത്തിന് ചുറ്റും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിൻപുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. നാല് ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് 4 ജീവികളെ കാണാം. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. അതിനെ സൂചിപ്പിക്കുന്നു 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം. 2-ാം ജീവി
കാളയ്ക്ക് സദൃശ്യം. കാള മനുഷ്യന് ദാസവേല ചെയ്യുന്നതാണ്. പണ്ടുള്ള കാലങ്ങളിൽ കാള മനുഷ്യനെ കൃഷികാര്യങ്ങളിലൊക്കെ സഹായിക്കുന്ന ഒരു ജീവിയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസ രൂപേണെ നമ്മുടെ ഇടയിൽ പാർത്തു. അതിനെ സൂചിപ്പിക്കുന്ന ജീവി കാളയ്ക്ക് സദൃശ്യം. മൂന്നാം ജീവി മനുഷ്യനെപ്പോലെ മുഖമുള്ളത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യപുത്രനാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവാത്മാവ് മനുഷ്യരൂപേണ ജഡത്തിൽ നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു. നാലാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. കഴുകൻ വളരെ ഉയരത്തിൽ പറക്കുന്നതാണ്. കഴുകൻ കൂട് കൂട്ടുന്നത് ഉയരത്തിലാണ്. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾ വിരിയുമ്പോൾ പറക്കി അഭ്യസിപ്പിക്കാൻ വേണ്ടി കൂട് ഇളക്കും. അങ്ങനെ കഴുകൻ്റെ കുഞ്ഞുങ്ങൾ വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ നിലംപരിശാകാതെ തള്ളക്കഴുകൻ തൻ്റെ ചിറകൻ മീതെ വഹിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും ചിറകൻ മീതെ വഹിക്കുന്നു. ഇത് ഉയരത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. അതേ, യേശു ദൈവപുത്രനാണ്. യേശു ഉയരത്തിലുള്ള സ്വർഗത്തിൽ നിന്ന് വന്ന രക്ഷകനാണ്. ഇതിനെ സൂചിപ്പിക്കുന്ന കഴുക സാദൃശ്യത്തിലുള്ള ജീവി സ്വർഗത്തിൽ കാണുന്നു. ഈ 4 ജീവികൾക്കും 6 ചിറകുകളുണ്ട്. അകത്തും പുറത്തും കണ്ണുകളുണ്ട്. അവർ രാപ്പകൽ ദൈവത്തെ വിശ്രമം കൂടാതെ ആരാധിക്കുന്നു. പരിശുദ്ധൻ 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 എന്ന്. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവെ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. ഇവിടെ സഭയുടെ പ്രതിനിധികളായ മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഇട്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. ഈ കിരീടം അവർക്ക് കിട്ടിയ പ്രതിഫലമാണ്. എന്നാൽ ഈ പ്രതിഫലത്തേക്കാൾ ഏറ്റവും വലുത് യേശുവിനെ മുഖാമുഖം കണ്ട് ആരാധിക്കുക എന്നതാണ്. അതായത് ദൈവസഭ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുമ്പോൾ യേശുവിനെ മുഖാമുഖം കണ്ട് ആരാധിക്കും. ഈ വിളിയിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.